ഹായ് ഗൈസ്, പിക്സൽ 11 സീരീസ് ലോഞ്ച് ആയിട്ടുണ്ട്. പിക്സൽ 10 കമ്പയർ ചെയ്യുവാണെങ്കിൽ ടെൻസറിന്റെ G5 പ്രോസറാണ് പിക്സൽ 10 വരുന്നത്. 11 വരുന്നത് G6 പ്രോസറാണ്. CPU മാനേജ്മെന്റ് വൈസ് നോക്കുവാണെങ്കിൽ ഒരു 20-25% പെർഫോമൻസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ക്യാമറ വൈസ് നോക്കുവാണെങ്കിൽ 48 മെഗാ പിക്സൽ തന്നെയാണ് ക്യാമറ വരുന്നത്. പക്ഷെ പുതിയ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇമേജ് പ്രോസസ്സിംഗ് ബെറ്റർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഔട്ട്പുട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പിക്സൽ 11 കിട്ടും. അതുപോലെ തന്നെ ബാറ്ററി വൈസ് നോക്കുവാണെങ്കിൽ ബാറ്ററി കുറച്ചും കൂടി പവർ എഫിഷ്യന്റ് ആണ്. ഒരു 10-15% പവർ എഫിഷ്യന്റ് ആണ് പിക്സൽ 10 കമ്പയർ ചെയ്യാൻ നേരത്ത്. പിന്നെ നിങ്ങൾ പിക്സൽ ഫോൺ ആദ്യമായിട്ട് വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും റോ പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം പിക്സൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഈവൻ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണെങ്കിൽ കൂടി സാംസങ്ങും ഐഫോണും മറ്റുള്ള ഫോൺസും പ്രൊവൈഡ് ചെയ്യുന്ന പോലെ അത്ര റോ പവർ നിങ്ങൾക്ക് കിട്ടില്ല. ഇത് പെർഫോമൻസ് വൈറ്റല്ല നോക്കുന്നത്. ബെറ്റർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ്, പിന്നെ AI ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ, അതാണ് മെയിൻ ആയിട്ട് പിക്സൽ സീരീസ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ പിക്സൽ ഫോൺ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം നെക്സ്റ്റ് മന്തില്, അതായത് സെപ്റ്റംബർ 22 അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിനുള്ളിൽ നിങ്ങൾക്ക് ബിഗ് ബില്യൺ ഡേയ്സും ആമസോൺ ഗേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഒരു ടൈമിൽ പിക്സൽ 10 സീരീസിന് ഇപ്പൊ കറന്റ് 62,000 ആണ്. അതൊരു 10,000 വരെ കുറയാൻ സാധ്യത. അറൗണ്ട് ഒരു 50-55,000 നിങ്ങൾക്ക് ആ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യാൻ കിട്ടും. അതുപോലെ തന്നെ പിക്സൽ 11 ആണെന്നാണെങ്കിൽ അതൊരു 5,000-8,000 റുപ്പീസ്, 5,000 to 8,000 ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് പ്രൈസ് കുറച്ച് കിട്ടും. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യുക.